മക്കളില്ലേ പറതാത്ത അസ്തഗ്ഫിറുല്ലാഹ്. അള്ളയല്ലേ പറഞ്ഞേ ഇത് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മരുന്നാണല്ലോ. നീ അള്ളാഹുവിനോട് പറ, ദുആ ചെയ്യ്. എത്ര കൊല്ലമായി നീ അള്ളാഹിനോട് ചോദിക്കുന്നത്? ഒരു വട്ടമെങ്കിലും അല്ലാഹു ഗഫൂറ, അല്ലാഹു റഹീമ, അള്ളയെ പോലെ കരുണയുള്ള ഒരാളും ഈ ലോകത്തില്ല. പൊറുക്കന്റെ പാപമ സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവൻ ആരുണ്ട് നീയല്ലാതെ. അള്ളാഹിനോട് പറയണെന്നാ, അല്ല ഈ ലോകത്ത് നിന്നെക്കാരും പൊറുക്കണ ആരാ അല്ലാ ഉള്ളേ? പടച്ചവനെ നിന്നെ പോലെ കരുണയുള്ള ആരാ? അറിയോ പെണ്ണെ, ഒരാളുടെ കണ്ണ് നിറയുന്നത് അള്ളാഹിക്ക് ഇഷ്ടമല്ല. അള്ളാഹിന് ഇഷ്ടമല്ല ഒരാൾ കരയുന്നത്, അത് ആരുമാകട്ടെ. അപ്പൊ അങ്ങനെയുള്ള അള്ളാഹ് നീ ചോദിച്ചിട്ട് തരുന്നില്ലെങ്കിൽ നീ മനസ്സിലാക്ക്, നിന്റെ ചോദ്യം ശരിയാകുന്നില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷ വേണം നമുക്ക്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി അടുത്തു കൊണ്ടുപോകാൻ പറ്റാത്തത് കാരണം അമ്പും ബില്ലും തയ്യാറാക്കി മുകളിൽ കയറ്റി നിർത്തിയിരിക്കുക. എയ്ത് വിടാൻ കയ്യും കാലും കെട്ടിയിട്ട് ഇങ്ങനെ എയ്ത് വിടാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന സമയത്ത് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ രക്ഷപ്പെടുത്തട്ടെ, ഈ തീ അണച്ചു കളയട്ടെ, ഒന്ന് സമ്മതം താ, ഞാൻ രക്ഷപ്പെടുത്താം. ചങ്ങാതി നീ നിന്റെ പണി നോക്ക്. ഇബ്രാഹിം നബി പറഞ്ഞ മറുപടി, നീ നിന്റെ കാര്യം നോക്ക്, എന്നെ പടച്ച അള്ളണ്ടല്ലോ, എനിക്കൊരു റബ്ബുണ്ടല്ലോ. ആ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, ഏതു പ്രതിസന്ധിയിലും പറയേണ്ട ദിക്റാണ് ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്, എനിക്ക് എന്റെ റബ്ബ് മതി.